എത്തിയതാണ്. കൂടുതൽ ക്ലെയിമിന് അവകാശമുണ്ട് RSPക്ക്. 3 അല്ല 4 ഉണ്ടല്ലോ. പയ്യന്നൂരുടെ RSPയുടെ സീറ്റാണല്ലോ. 4 ഉണ്ട്. 5-ൽ 4 വിജയിച്ചു. ഞങ്ങൾ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഞങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള വിധിയെഴുത്തായിരുന്നില്ല 2016-ലും 2021-ലും. 0 കിട്ടേണ്ട പാർട്ടി അല്ല. പക്ഷെ നിർഭാഗ്യവശാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും 1+1 2 അല്ലല്ലോ രാഷ്ട്രീയത്തിൽ. ആ നിലയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന അതിൻ്റെ അവഹേളനവും അധിക്ഷേപവും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഈ സന്ദർഭത്തിലെല്ലാം സാധാരണ പാർട്ടി പ്രവർത്തകർ അവരെല്ലാം പാർട്ടിയോട് കൂടുതൽ ആവേശത്തോട് ചേർന്ന് നിന്ന് തിരിച്ചു വരണമെന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുക. കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഓരോരുത്തരും, മാത്രമല്ല എനിക്കതിൽ ഏറ്റവും സന്തോഷം, ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ RSPയുടെ ഭാഗമായി നിന്നവരെല്ലാവരും, മറ്റു പാർട്ടിയിൽ പോയവരായിക്കോട്ടെ, ഏതെങ്കിലും കാലഘട്ടത്തിൽ RSPയുടെ ഭാഗമായി നിന്നവരെല്ലാവരും RSP ഈ മണ്ണിൽ അവസാനിക്കില്ലേ എന്ന വാശിയോടുകൂടി അവരുടേതായിട്ടുള്ള സംഭാവന നൽകി. അത് തിരുവനന്തപുരം മുതൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ, കൊല്ലം ജില്ലയിൽ അങ്ങനെയുള്ള എല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷനും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, ലീഗിന്റെ പ്രവർത്തകർ പണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള ഒരു വാശിയോടുകൂടിയുള്ള പ്രവർത്തനവും കൂടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ സാധിച്ചത്. 96-ലാണ് അവസാനം 5 MLA-മാരും ഒരു MP ഉണ്ടായത്. അതിനുശേഷം ഇന്നിപ്പോൾ 4 MLA-മാരും ഒരു MP-യും പാർട്ടിക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒന്നാണ്. അല്ല, അതല്ല ഇന്ന് പാർട്ടി കമ്മിറ്റി ഇപ്പോൾ കൂടാൻ പോവുകയാണ്. പാർട്ടി കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തീരുമാനിച്ച് നമ്മൾ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. മറ്റേ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങളൊന്നുമായി ഞങ്ങൾ പോകത്തില്ല. ഒരു മന്ത്രിസ്ഥാനം മാത്രം മതിയാകും അല്ല, അത് പാർട്ടി ആലോചിച്ചിട്ട് ചെയ്യാം. 102 MLA-മാർ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളപ്പോൾ RSPക്ക് 4 MLA-മാരാണുള്ളത്. അന്നേരം അതിൻ്റെ പ്രായോഗിക തലത്തിൽ ആലോചിച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങൾ പാർട്ടി മുന്നോട്ട് വെക്കില്ല. ആദ്യം ഇതൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി ആരെന്നൊക്കെ തീരുമാനിക്കണം. ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ അത് എങ്ങനെയാണ്? കോൺഗ്രസിൽ ഇപ്പോൾ പലതരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ നടക്കും. അല്ല, അങ്ങനല്ലല്ലോ. അതാത് പാർട്ടിയാണല്ലോ അതാത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരെ തീരുമാനിക്കുന്നത്. ഇന്നലെ കേരള കോൺഗ്രസ് ജോസഫിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. RSPയുടെ ഇന്ന് തീരുമാനിക്കും. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആയിട്ടുള്ള തീരുമാനം എടുക്കും. ആ തീരുമാനം എല്ലാ ഘടകകക്ഷികൾക്കും ബാധകമാണ്. അതിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയുടെ പാർലമെന്ററി പാർട്ടി ആരായിരിക്കണമെന്ന് പറയാനോ ഞങ്ങൾക്ക് അവകാശമില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു മാൻഡേറ്റ് ജനം തന്നു. അപ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ ആ ജനവിധി മാനിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ തീരുമാനങ്ങൾ ഈ കാര്യത്തിലും വേണ്ടതല്ലേ? എന്താണ് ഗണേശനിൽ RSPയുടെ അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു തിളക്കമുണ്ടല്ലോ, അത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ തിളക്കമില്ലാതെ ആക്കരുതെന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയുന്നത്. പ്രവർത്തകരാണ്. ഇപ്പം ഏതെങ്കിലും നേതാവ് ഏതെങ്കിലും കാര്യം ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. മാധ്യമങ്ങളിൽ ചർച്ച വരുന്നു. പ്രവർത്തകർക്ക് ആഗ്രഹങ്ങൾ കാണും. പക്ഷേ ആ ആഗ്രഹങ്ങൾ അതിര് വിട്ടു പോകുമ്പോൾ അത് മൊത്തത്തിൽ UDFന് ദോഷകരമായി മാറും. അത് ഉണ്ടാകരുതെന്ന് മാത്രമേ RSPക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും എന്താണെന്നാലും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ RSPയുടെ അതിന്റെ ഭാഗമാകുമല്ലോ. അന്നേരം തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. തൊഴിൽ വകുപ്പ് മാറ്റി ചോദിക്കാറ് അല്ല, അതൊന്നും ഇപ്പം നമ്മൾ പറയണ്ട. ഇപ്പം പാർട്ടി ഇന്ന് കൂടുമ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പോലും അറിയില്ല. കോൺഗ്രസിന്റെ തീരുമാനങ്ങളായിട്ടില്ലല്ലോ. എന്താണെങ്കിലും പാർട്ടി എല്ലാ വശങ്ങളിലും. അന്ന് 2011 അന്ന് ഞാൻ RSP B ആയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.